ഐഡിയ പറയാം. പിള്ളേരെല്ലാരും വന്ന് മേടിക്കും, നല്ല കച്ചവടം കിട്ടും. പറയട്ടെ, നമുക്കൊരു മിഠായി കട തുടങ്ങിയാലേ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? നല്ല പരിപാടിയായിരുന്നു. എനിക്കും കുഞ്ഞമ്മയ്ക്കും നോക്കി നടത്തുകയും ചെയ്യാം. വേണ്ടല്ലേ? അതെ, ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ട്. സംഭവം നേരത്തെ നമ്മളിവിടെ പയറ്റി പൊളിഞ്ഞ പരിപാടിയാണ്, എന്നാലും പറയാം. ചാടി കടിക്കാൻ പറ്റില്ലേ? നീ ചൊല്ലുടാ. ഹോം സ്റ്റേ അല്ല, നമ്മള് പണ്ട് പ്ലാൻ ചെയ്ത പോലെ മുകളിലുള്ള നില കൊടുക്കണ്ട, താഴെയുള്ള നിലയിൽ ഏതെങ്കിലും ഒരു റൂം കൊടുത്താൽ മതി. എന്താ പറയണേ? അതാകുമ്പോൾ നമ്മളെ കൺവട്ടത്ത് കാണും, പിന്നെ പണ്ടത്തെ അത്ര അലമ്പൊന്നും കാണില്ലേ അല്ലേ? അളിയനോട് ഉണ്ടല്ലോ. അതായത് സംഭവം ചേച്ചി, ഈ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ അങ്ങനെയൊക്കെ അലഞ്ഞിരിഞ്ഞ് അടപ്പുണ്ടേ റൂമിന് വേണ്ടി. ആരലഞ്ഞിരിഞ്ഞ് നടന്നെന്ന്? സത്യം പറഞ്ഞാ ഞാൻ ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരെ കണ്ട്. അവരിവിടെ ഏതോ കല്യാണത്തിന് കണ്ട് വന്നതാണ്. അപ്പൊ അവര് ബുക്ക് ചെയ്ത റൂം എന്തോ സാഹചര്യം വെച്ചാൽ വേറെ ആർക്കാരോ കൊടുത്തുപോയി. അപ്പൊ അവർക്ക് റൂമില്ല. അങ്ങനെ അടക്കുന്നവർക്ക് വേണ്ടി നമുക്കൊരു റൂം കൊടുക്കാം, 1-2 ദിവസം. അങ്ങനെ ഹോം സ്റ്റേ. എന്താണ് ഇവൻ ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു കൈ നോക്കിയാലോ? നോക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാളുവോ? എന്തൊരു പാളാൻ. கேசு, அப்படின்னா நம்ம ஏது ரூம் கொடுப்போம்? നമുക്ക് അങ്ങനത്തെ റൂം കൊടുക്കാം, നമ്മുടെ ഗൗരി അമ്മയുടെ റൂം. അമ്മായിയുടെ മുറിയാ? ഓ, അപ്പൊ അമ്മായി എന്തായാലും സ്ഥിരമൊന്നും ഇവിടെ നിൽക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. டேய், இந்த விஷயம் நம்ம அம்மா கிட்ட சொல்ல வேண்டாமா? അത് ഫോൺ വിളിച്ച് പറയാം. മാത്രമല്ല അമ്മ അവിടെ അടുത്ത് ഇപ്പം വരുമല്ലോ. എങ്ങനെ തുടങ്ങിയല്ലേ? തുടങ്ങാം അല്ലേ? അപ്പൊ അടി ഫ്ലക്സ് പാറമട ഹോം സ്റ്റേ റീലോഡ്. கல்லு பாரு, இங்க நிக்கிறீங்களா? உள்ள வந்து விளையாடுங்க, அம்மா பார்த்தா திட்டுவாங்க. അമ്മ ഉണ്ടാ വഴക്ക് പറയാം. ആന്റിക്ക് വഴക്ക് പറയാൻ പോവാ. കല്ലു, ആന്റിക്ക് വഴക്ക് പറയാനുള്ള മിഷൻ സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ചിരിക്കാനുള്ള മിഷൻ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആരു ഹായ് ഹായ്. ഫ്ലക്സ് വന്നേ, ഫ്ലക്സ് വന്നേ. അറുസേ, കല്ലൂട്ടാ, എങ്ങനുണ്ട് നമ്മുടെ ഫ്ലെക്സ്? സൂപ്പർ, അടിപൊളി. ഇതെന്താ എഴുതിയിരിക്കുന്നേ? പാറുപെട്ട് പെട്ടൊന്നുമില്ല, പാറമട ഹോം സ്റ്റേ. ഇത് നിങ്ങളുടെ വീടാണ് ബ്രോ. ஹாய், சூப்பர், நல்லா இருக்குல்ல? കനാൻഡിക്ക് വായിക്കാൻ അറിയൂ? என்னடா இது, இப்பதானே அவ படிச்சு கொடுத்தா. നല്ല സൂപ്പർ. മേഡം എപ്പടി നോക്ക്. ഇത്ര പെട്ടെന്നല്ല സെറ്റായാ? പിന്നെ ഇതിനൊക്കെ എന്തോ സമയം വേണം? 5 മിനിറ്റ് വരെ. പാറമട ഹോം സ്റ്റേ, ഇത് നിങ്ങളുടെ വീടാണ് ബ്രോ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പഴയ ഡിസൈൻ തന്നെയല്ലയോ? ഇത് പഴയ വീട് തന്നെയല്ലേ? അപ്പൊ പിന്നെ ഇതുപോലെ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാം മൂമ്മ? സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഗസ്റ്റ് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. പഴയതുപോലൊന്നും സംഭവിക്കല്ലേ. പഴയതുപോലെ എന്ത് സംഭവിക്കാ? ഇല്ലടിയാ, ഒന്നും സംഭവിക്കൂല. എടാ പിന്നെ ഈ ഗൗരിയുടെ മുറി കൊടുത്താലേ ഗൗരി വരുമ്പോ പിന്നെ എവിടെ കിടക്കും? ഗൗരി അമ്മായി വല്ലപ്പോഴൊക്കെ അല്ലേ വരത്തുള്ളൂ. അതല്ല, അമ്മായി വരുമ്പോ പിന്നെ എന്ത് ചെയ്യുന്നു? തൽക്കാല സോഫയിൽ കിടക്കാൻ പറയാം. കാടും മേടൊന്നും പ്രശ്നമില്ലാത്ത ആളാണല്ലോ. അതെ, പിന്നെ ഈ ഐഡിയ പറഞ്ഞ ലച്ചേച്ചിയാണെന്ന് മറക്കല്ലേ? എന്റെ ഐഡിയ? ഈ ഐഡിയ പറഞ്ഞ നീയല്ലടാ. അല്ല പാപ്പ, അതല്ല. ഇപ്പം അമ്മായിക്ക് കാടും വീടും പ്രശ്നമല്ല, അമ്മായി സോഫയെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ ചേച്ചിയല്ലേ? അതിന്റെ ഒരു കാര്യം ചെയ്യാം, നീ സോഫയെ കിടക്ക്, നിന്നെ മുറി ഞാൻ അമ്മായിക്ക് കൊടുത്തോളാം. അപ്പൊ നിന്റെ ഐഡിയ തരാ. എടാ അളിയാ, പിന്നെ ഈ നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടല്ലോ, ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സൗകര്യം കൂടെ നമ്മൾ ഓക്കെ ആക്കണം. സെറ്റാക്കാം, നമ്മളല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വരുന്ന ആൾക്കാരെ ഞം ചോദിച്ചാ നമ്മള് ആണോ ഫുഡ് കൊടുക്കും, എന്നിട്ട് നമ്മൾ അന്തസ്സായിട്ട് കാശും മേടിക്കും. அப்படின்னா நான் அவங்களுக்கு ஸ்பெஷலா சமைச்சு கொடுப்பேன். സ്പെഷ്യലിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇവിടെ കഴിക്കാൻ എന്തുണ്ടാക്കുന്നോ അത് കൊടുത്താൽ മതി. അങ്ങനാണെങ്കിൽ ഗസ്റ്റുകളൊന്നും ഇവിടെ നിക്കത്തില്ലേ? അത് മാത്രമല്ല, അങ്ങനെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വേറൊരു സംഭവം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
എന്താ കണ്ണു കാണാനുള്ള കിച്ചൺ ഉപയോഗിക്കാം. വരുന്ന ഗസ്റ്റുകൾക്ക് കിച്ചൺ ഉപയോഗിക്കാം. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കിച്ചണിൽ കയറി വെച്ച് കഴിച്ചോട്ടെ. അല്ലാതെ ക്ലാഷ് ആവൂലേ? എന്തൊരു കാശ് ഒന്നാവില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാവനല്ലേ റൂം എടുത്തിട്ട് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടായി കഴിക്കൂ. ഒന്ന് പോട്. നമ്മൾ ചുമ്മാ ഒരു പേരിന് വെക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനാ ഓടുത്ത് വെച്ചാലേ പിന്നെ അമ്മ കൊറേ വീട് എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ വർക്കൗട്ട് ആവുകയാണോ? ഇതൊക്കെ പഴയ കാലത്തെ പരിപാടിയല്ലേ, ഇതൊക്കെ കണ്ട ആൾക്കാർ വരും. അതല്ലേ അങ്ങനെ അല്ലെ? ആ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി ചെയ്താലും പോസ്റ്റർ അത് ഒട്ടിക്കണം, അത് നിർബന്ധമാണ്. മാത്രമല്ല ഇത് കണ്ടൊരു 2 പേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഇതുകൊണ്ട് 2 പേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് ഗുണമല്ലേ? ഗുണമാണ്. ആ പിന്നെന്തിന് അളിയാ, നെക്സ്റ്റ് പ്ലേസ്. ഓക്കെ അളിയടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തല്ലയാ നമ്മള് കൊടുക്കുന്ന മുറി ചെറുതല്ലേടാ, അത് വർക്കൗട്ട് ആവൂ? എന്തൊരു ചെറിയ മുറി നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞിട്ടില്ലേ, സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ലേ വലിയ സംഭവം? എന്ത് അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം അല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം തന്നെ അല്ലയോ? ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളൊരു വണ്ടി വിളിച്ച് സ്പീക്കറും വെച്ച് കേട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ്. പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ആ രീതി നമുക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. അടുത്തന്നെ വിളിക്കല്ലേ? അടുത്തന്നെ വിളിക്കാം. അടുത്തന്നെ വിളിക്കാം. ഓക്കെ, അവിടുന്ന് വരുന്നവർക്കും കാണാം, ഇവിടുന്ന് വരുന്നവർക്കും കാണാം. ഓക്കെ അല്ലേ? എന്തോ പരിപാടി? പോസ്റ്റർ ഒട്ടിക്കണേ. പോസ്റ്ററാ? എന്തിന്റെ? നീ എവിടെ പോണത്? കല്യാണത്തിന് പോണു. കല്യാണത്തിന്? ആ. ഏത് കല്യാണം? പാലാരോട്ടത് ഒരു കൂട്ടുകാരനെ. സദ്യയാണോ? അല്ല, ഓണാ. ഞാനിവിടെ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഒരു കമ്പനിക്കാരൻ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ നാളെ കല്യാണം ഉണ്ടെന്ന്. അവനെ വിളിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരുങ്ങി കെട്ടി പോവാണ്. നാണം കൊണ്ടാടാ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാനായിട്ട്. നമ്മളവിടൊക്കെ അങ്ങനെയാ. പിന്നെ ഇത്ര ആൾക്കാർ വരണം, അത് ആരെങ്കിലും തിരിച്ചറിയാവോ? എന്തിന്റെ പോസ്റ്റാ? ഞങ്ങള് ഒരു ഹോം പറയാൻ പറ്റൂ. നമ്മളൊരു ഹോം സ്റ്റേ തുടങ്ങി. നോക്ക്, കൊള്ളാല, സൂപ്പറല്ലേ? ഇതെന്നാ തുടങ്ങണേ? അത് നമ്മള് തുടങ്ങി കഴിഞ്ഞു. ആണാ? പിന്നെ എപ്പോ വന്നാലും റൂം ഉണ്ട് സ്റ്റേ. ഞാൻ വരച്ചാലോ? നീ എന്തേ? അല്ല, ഫോറിനേഴ്സ് ഒക്കെ വരില്ല. അതിന് ചുമ്മാ വെറുതെ ആളെ പിടിച്ച കമ്മീഷൻ 1.5% കമ്മീഷൻ കിട്ടോ? ഉറപ്പ്? 1.5% കമ്മീഷൻ. നീ നോട്ടീസ് ഇടും, ഞാൻ കൊടുക്കണേ. കല്യാണ വീട്ടിൽ കൊടുക്കാന്ന്. എന്നാ പിടി. മൊത്തം കൊണ്ടുപോലെ 5 രൂപ അന്ന് കൊണ്ടോ? ശരി, ഓക്കെ. കല്യാണ വീട്ടിൽ കൊടുത്തേക്കണേ. കൊടുക്കാം. ആള് വന്നാ നിനക്ക് കമ്മീഷൻ ഉണ്ട്. തരണം, ഉറപ്പ്. ഉറപ്പായിട്ടും തരും. ഈ സമയത്ത് അമ്മായിയെ, ഞാൻ വിളിക്കണോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മളെ ഈ പോസ്റ്റർ ഇട്ടിപ്പം തിരക്കൊക്കെ ആയിട്ടെ അങ്ങനെ അങ്ങ് മുങ്ങിപ്പോയി. അതാ പിന്നെ അമ്മായി, നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2 മാസത്തിന് അങ്ങനെ പോട്ടെ, പിന്നെ നമുക്ക് പിടിക്കാം. പിന്നെ അമ്മായിക്ക് ഷെയറില്ലായിരിക്കും? ഷെയറുണ്ട്. അതൊരു 30%. അമ്മായിയെ കിട്ടുന്നതിന് 30% എന്ന് പറഞ്ഞാൽ തീർന്നു, പിന്നെ ബാക്കിയില്ല. 70% അവർക്ക് ഇവർക്കെല്ലാം കൂടെ പിരിച്ചു വരുമ്പോൾ ശരിയാവില്ല അത്. അല്ല അമ്മായി, സത്യം പറഞ്ഞ അമ്മായിക്ക് ഷെയർ ചെയ്യേണ്ട കേസില്ല. കാരണം ഈ വീട് അമ്മായിയുടെ ഒരു പേരുള്ളതല്ലല്ലോ. അല്ലല്ലോ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഓ എത്ര നേരായിന്ന് വെച്ച് നോക്കി നടക്കണേ, മടുത്തു നോക്കി. നമുക്ക് നോക്കാന്നേ, ബാ. ചേട്ടാ, എന്തിനാ ഇന്ന നടക്കണേ? ഞങ്ങളെ ഒരു റൂം അന്വേഷിച്ച് നടക്കുക. റൂമാ? അളിയനോട് ഇല്ല. പാറു അളിയനെയും കൊണ്ട് പാലച്ചോട്
പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. ആണാ ചേച്ചി? നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് സെറ്റായി. ഓ ഇത്ര പെട്ടെന്നാ? എന്റെ അമ്മൂമ്മക്ക് അത്ഭുതമില്ലേ? ഇത്ര പെട്ടെന്ന് സെറ്റായോ? അത് വല്ലാത്ത അത്ഭുതമായി പോയി. അമ്മൂമ്മ, ഞാൻ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അപ്പുറത്തെ സൈഡില്. അവിടെ അങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ജോയി മോനെ കണ്ട്. അവൻ ഏതോ കല്യാണത്തിനെ കണ്ട പോണെന്ന്. ഞാൻ കുറച്ച് പോസ്റ്റർ അവൻ്റെ കയ്യിലും കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോയി കല്യാണ വീട്ടിലേക്ക് കൊടുത്തിട്ട് എല്ലായിടത്തും ഞാൻ പരസ്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ 2 പേര് അവിടെ നിന്ന് തത്തി കളിക്കണ്. ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ചേട്ടാ എന്താണ് സംഭവം, എന്താണ് ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഇന്നൊരു റൂമിൻ്റെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെന്ന്. അവർ ഏതോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ഇന്ന് തീരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ന് തീർന്നില്ല പരിപാടി, നാളെയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഇന്ന് താങ്ങാൻ ഒരു റൂം വേണ്ടേ? വേണം. അവരങ്ങനെ 2-3 സ്ഥലത്ത് കയറി വയ്ക്കുമ്പോൾ അവിടെ ഒക്കെ ഫില്ല്. പിന്നെ വേറൊരു സ്ഥലത്ത് കയറിയപ്പോൾ ഭയങ്കര വിലയെന്ന് റൂം റെൻ്റേ. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം ഹോം സ്റ്റേ ഉണ്ട്, നമ്മൾ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് തരാമെന്ന് പറഞ്ഞ് കുറച്ചാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ചേച്ചി ഫസ്റ്റ് ഗസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് കുറച്ചിട്ടുള്ളൂ. അത് കുഴപ്പം. അവരെന്തൊക്കെയോ അത്യാവശ്യം സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. 1.5-3 മണിക്കൂറിനുള്ളിൽ അവരെങ്ങെത്തും. അതിനും എല്ലാം സെറ്റായിരിക്കണം. അതിന് ഇവിടെ സെറ്റ് ആവാൻ എന്താ ഉള്ള? ഇവിടെ എല്ലാം സെറ്റ് അല്ലേ? ഇവിടെ എല്ലാം സെറ്റാ. സെറ്റാണ്. അവര് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയതുകൊണ്ട് നല്ല കിട്ടില്ല സ്വീകരണം കൊടുക്കണം. അത്രല്ലേ? കേശോട്ടാ, ഓ എന്തോന്നടേ ഇത്? കല്ല് കൊള്ളാല്ല. ആന്റി ഒന്ന് തിരിയാവോ? എന്തോന്നത്? പൂണ്ടി വല്ലതും മറിഞ്ഞ? അതാ കനയുടെ ഡയറക്റ്റ് മധുരയ്ക്ക് പോണോ? என்னடா இது கெஸ்ட் எல்லாம் வராங்கல்ல, ரொம்ப அழகா இருக்கணும்ல. ഗസ്റ്റ് ആണ് പറഞ്ഞത്, പെണ്ണ് കാണാൻ. ഗസ്റ്റ് വരട്ടെ, അഴകായിരിക്കട്ടെ. അമ്മൂമ്മ, എടാ നമ്മള് പുതിയ സംരംഭമൊക്കെ തുടങ്ങുമല്ലയോ, ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ഞാനും കൂടി ഇരുന്നോട്ടടാ. എന്നാ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നത് എന്തോന്നത്? നിങ്ങള് പിന്നെ കല്യാണം കഴിക്കാൻ പോണാ? നമ്മളെ വിളിച്ചില്ല കെട്ടിന്. ചേച്ചി എന്താണത് കേളപ്പിറവിയാ? എന്താടാ ചിങ്ങ ഒന്നാ കത്തി നിക്കണം നീ? അത് പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാൻ കത്തി നിക്കണ്ടേ? അവര് കത്തിക്കാതെ നോക്കിക്കോ. അളിയാ ഓ നീ അത് വിട്. നമ്മള് ഫിക്സ് ചെയ്ത റേറ്റിനേക്കാളേ കുറവിനാണ് നീ ഇപ്പോഴത്തെ ഗസ്റ്റിനെ കൊണ്ടുവരണേ, അത് നീ ഓർത്തോണം. അറിയാ ഫസ്റ്റ് ഗസ്റ്റ് അല്ലേ, പോട്ടെ ക്ഷമിച്ചു വിട്, നമുക്ക് അടുത്തന്നെ പിടിക്കാം. പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരണം ഞാനാണ്, അപ്പൊ എനിക്കുള്ള കമ്മീഷൻ ഇങ്ങ് വന്നേക്കണം. കമ്മീഷന്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. ഗസ്റ്റ് എവിടെ എത്തി? ഗസ്റ്റ് എന്തോ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവരിങ്ങ് വരാന്നും പറഞ്ഞായിരുന്നു. 100 ആയിസ് തന്നെ കേട്ടോ, അതാ വിളിക്കണ്. ഹലോ ചേട്ടോയ് എന്തായി? ആഹാ ഇവിടെ എത്തിയാ? ആ പച്ചക്കറി അത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൊണ്ടുപോവാ. ഓ ബാബ കയറി ഞങ്ങളത് ഇവിടെ നിൽപ്പുണ്ട്. ഹാ ഓക്കെ ഏട്ടാ ബാബാ. അവരതങ്ങ് എത്തിയാട്ടാ. അതെ ആദ്യം എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ, ഈ പരിപാടി പൊളിയായിരിക്കും. ഐ മീൻ വൻ വിജയമാവാൻ. ശരിയാ. സാധനം എടുത്തോ, അവരിങ്ങെത്തി. எல்லாமே செட்டுடா, எப்பவே எடுக்கிறேன். ഓക്കെ